നമസ്കാരം. പാമന്റെ ഗീത എന്ന ഈ ഭഗവത്ഗീത ജ്ഞാന പ്രഭാഷണ പരമ്പരയുടെ 33ാമത് ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 30ാമത്തെ ശ്ലോകമാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. ഗാണ്ഡീവം സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. അർജുനൻ തുടരുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതി പോകുന്നു. അർജുനന്റെ വില്ലിന്റെ പേരാണ് ഗാണ്ഡീവം. എൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതി പോകുന്നു, ഊർന്നു പോകുന്നു, ഊരി വീഴുന്നത് പോലെ. ത്വക്ക് ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നുന്നു. ശരീരത്തിന് അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്നു. ദേഹമാസകലം എരിയുന്നു, നീറിപ്പുകയുന്നു. ഇത് നേരെ നിൽക്കാൻ പോലും വയ്യാത്ത വിധം ശരീരത്തിന്റെ ശക്തി ചോരുന്നു, കുറയുന്നു. മനസ്സാകട്ടെ സമനില തെറ്റി ആടിക്കളിക്കുന്നു. മനസ്സ് ചഞ്ചലമായി എനിക്ക് പരിഭ്രമമുണ്ടാകും. മനസ്സിങ്ങനെ വട്ടം ചുറ്റുന്നു, ഉഴലുന്നു, ചുഴലുന്നു. ആകെ ഒരു മാനസിക വിഭ്രാന്തി അനുഭവപ്പെടുന്നു. ധൈര്യവും ശക്തിയും വിവേകവും പൗരുഷവും എല്ലാം ചോർന്നു പോകുന്നത് പോലെ തോന്നുന്നു. യുദ്ധം ചെയ്യാൻ പോയിട്ട് ഈ തേരിൽ നിൽക്കാനോ ഇരിക്കാനോ പോലും ഞാൻ അശക്തനാണ് എന്ന് അർജുനൻ തൻ്റെ സാരഥിയായ ഭഗവാനോട് പറയുകയാണ്. അർജുനന് മാത്രമല്ല, സാധാരണ മനുഷ്യർക്കും ഇത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ സമ്മിശ്രമായ വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ശാരീരിക ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരുടെയും ഈ വിഷയത്തിലുള്ള പല പഠനങ്ങളും ഗുരു നിത്യചൈതന്യയതി ഈ ശ്ലോകത്തെ വിശദീകരിക്കാനായി ഉദ്ധരിച്ചിട്ടുണ്ട്. രോമഹർഷം അഥവാ രോമാഞ്ചമുണ്ടായി എന്നതിൻ്റെ ലക്ഷണം അർജുനന് ഭയത്തേക്കാൾ ഉപരിയായി നിഗൂഢമായ ഒരു ആശ്ചര്യമുണ്ടായി എന്നതാണ് എന്ന് അദ്ദേഹം പറയും. ഇവിടെ ആദ്യം അർജുനൻ സ്തബ്ധനാവുകയും തുടർന്ന് നിഷ്ക്രിയനാവുകയുമാണ് ചെയ്യുന്നത്. ആദ്യം സ്തബ്ധനാകുന്നു, തുടർന്ന് അദ്ദേഹം നിഷ്ക്രിയനാകുന്നു. ഈ യുദ്ധം തന്നെ അർത്ഥരഹിതമാണെന്നും ഈ യുദ്ധം കൊണ്ട് നഷ്ടങ്ങളല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നുമുള്ള തോന്നൽ അർജുനനിൽ രൂഢമൂലമാകാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല എന്നതാണ് സത്യം. നമുക്ക് ഇന്നത്തെ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം അവസാനിക്കുന്നതിന് മുമ്പായി ചില പ്രധാനപ്പെട്ട വാക്കുകളും വാചകങ്ങളും നമുക്ക് നോക്കാം. ഗാണ്ഡീവം സ്രംസദേ ഹസ്താത്. ഗാണ്ഡീവം എന്ന വില്ല് എൻ്റെ കയ്യിൽ നിന്നും ഊർന്നു വീഴുന്നു. പരിദഹ്യതേ, ചുട്ടുകൊള്ളുന്നു. എന്നുവച്ച ശക്നോമ്യവസ്ഥാതും, ഉറച്ചിരിക്കുന്നതിന് കഴിയുന്നില്ല. ഭ്രമതീവ ച മേ മനഃ, മനസ്സ് വല്ലാതെ പരിഭ്രമിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കയ്യിലുള്ള ഭഗവത്ഗീതയിൽ ഈ ശ്ലോകം എടുത്തു നോക്കാം. 30ാമത്തെ ശ്ലോകം എടുത്തു നോക്കുക. ഗാണ്ഡീവം എന്ന് പറയുന്ന ശ്ലോകം എടുത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് പാരായണം ചെയ്യാം. ഗാണ്ഡീവം സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. നന്ദി, നമസ്കാരം.